ഇത് മെഷീൻ്റെ പൈപ്പേ എപ്പോഴും ഓണായിരിക്കണം. ആവശ്യമുള്ളത് മാത്രമേ വെള്ളം എടുക്കുകയുള്ളൂ. പവർ ഓൺ ചെയ്തിട്ട് ഈ ബട്ടണെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മെഷീൻ ഓണാവും. ആദ്യം ഓണാകുമ്പോൾ വരുന്നത് നോർമൽ എന്ന് പറഞ്ഞ പ്രോഗ്രാം ആയിരിക്കും. അത് 54 മിനിറ്റിൽ അലക്കി കുത്തിപ്പിഴിഞ്ഞ് ഉണക്കി വരും. അത് മതി എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ബട്ടണെ പ്രസ് ചെയ്യുമ്പോഴത്തേനും അലക്കാൻ തുടങ്ങും. നമ്മൾ ഇട്ട് കൊടുക്കുന്ന തുണി അലക്കി കുത്തിപ്പിഴിഞ്ഞ് ഉണക്കി വരും. നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ ഇതേ ഞെക്കാം. ജസ്റ്റ് ഒന്ന് പോസ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇതേ ഞെക്കാം. കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത പ്രോഗ്രാം മൊത്തം റൈസ് ആയി പോകും. ഇതാണെങ്കിലോ ജസ്റ്റ് ഒന്ന് പോസ് ആവുള്ളൂ. വീണ്ടും ഇതേ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റീസ്റ്റാർട്ട് ആവും. പിന്നെ നമ്മൾ ഓൺ ചെയ്തിട്ട് പ്രോഗ്രാം മാറ്റാൻ വേണ്ടിയുള്ള സ്വിച്ച് ഇതാണ്. ഇതെല്ലാം ഒന്നും ചെയ്യുമ്പോഴത്തേനും അടുത്ത പ്രോഗ്രാം സെലക്ട് ആവും. ഷർട്ടിലോട്ട് വരും. ഷർട്ടുകൾ മാത്രമേ അലക്കാൻ വേണ്ടിയുള്ളത്. ഇതാണെങ്കിൽ സ്പിന്ന്. നോർമലി ഒരു വാഷ് സൈക്കിളിൻ്റെ അകത്ത് അലക്കുക, കുത്തിപ്പിഴിക്കുക, ഉണക്കുക അങ്ങനെ വരുന്നത്. വാഷ്, റിൻസ്, സ്പിന്നെന്നാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് സ്പിന്ന് മാത്രം സെപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഉണക്കിയെടുക്കാൻ വേണ്ടി അല്ല പിഴിഞ്ഞെടുക്കാൻ വേണ്ടി സെപ്പറേറ്റ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പിന്ന് സെലക്ട് ചെയ്തിട്ട് ഷർട്ട് കൊടുത്താൽ ഉണക്കി മാത്രം എടുക്കാൻ പറ്റും. പിന്നെ ഡെലിക്കേറ്റ് കട്ടി കുറഞ്ഞ തുണികളൊക്കെ അലക്കിയെടുക്കാൻ വേണ്ടിയുള്ളതാണ്. ഇത് അലക്കി കുത്തിപ്പിഴിച്ച് ഉണക്കി വരും. പക്ഷേ അത് കട്ടി കുറഞ്ഞ സോഫ്റ്റ് മെറ്റീരിയൽസ് അലക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമാണ്. ഇത് ക്വിക്ക് വാഷ്, പെട്ടെന്ന് അലക്കിയെടുക്കാൻ വേണ്ടിയുള്ളത്. 15 മിനിറ്റിൽ വാഷ് ചെയ്ത് തീരും. ഇപ്പോൾ കുറച്ച് തുണികളൊക്കെ ഉള്ളെങ്കിൽ ക്വിക്ക് വാഷ് ഉപയോഗിക്കാവുള്ളൂ, അധികം ചെളിയില്ലാത്ത. ഇത് 15 മിനിറ്റിൻ്റെ പ്രോഗ്രാമാണ്. നമ്മൾ ആദ്യം സെലക്ട് ആവുന്ന 54 മിനിറ്റിൻ്റെ പ്രോഗ്രാമാണ്. മെഷീൻ ഓൺ ആക്കുമ്പോൾ വരുന്നത്. ഇതിപ്പോൾ അധികം ചെളിയില്ലാത്ത തുണിയൊക്കെ നമുക്ക് ഈ 15 മിനിറ്റ് ഇറക്കാൻ പറ്റത്തുള്ളൂ. അല്ല നന്നായിട്ട് വാഷ് കിട്ടത്തില്ല. പിന്നെ P1 to P എന്ന് എഴുതിയേക്കുന്നത് കണ്ടോ. ഈ P1 to P എന്ന് പറയുമ്പോഴത്തേനും വേറൊരു എക്സ്ട്രാ ഒരു 10 പ്രോഗ്രാം കൂടെ ഉണ്ട്. അതിനെ P1 to PA, P1, P2, P3 അങ്ങനെ PA വരെ 10 കോഡുകളായിട്ടാണ് കൊടുത്തേക്കുന്നത്. നമ്മൾ ഇതിൽ ഇപ്പോൾ P1 എന്നല്ല ആദ്യം എഴുതി കാണിച്ചത്. P1 എന്ന് പറയുമ്പോഴത്തേനും ഹെവി കട്ടി കൂടിയ തുണികളൊക്കെ അലക്കിയെടുക്കാൻ വേണ്ടിയുള്ളതാണ്. അതും വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് സ്പിൻ ചെയ്താൽ വരുന്നത്. കട്ടി കൂടിയ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിട്ടിട്ട് P1 ഇതേ പ്രസ് ചെയ്ത് P1 സെലക്ട് ചെയ്യണം. ഇവിടെ P1 എന്ന് എഴുതി കാണിക്കുന്നതിന് പകരം ഇതേ പ്രസ് ചെയ്യണം. P1 എന്ന് എഴുതി കാണിക്കുമ്പോഴത്തേനും ഹെവി എന്ന് പറഞ്ഞ പ്രോഗ്രാം സെലക്ട് ആവും. പിന്നെ വരുന്നത് P2 സ്പോർട്സ് വെയർ, അങ്ങനെ P3 ആണ് എക്കോ വാഷ്. നമുക്ക് കറണ്ട് അധികം ചിലവാക്കാതെ വെള്ളത്തിൻ്റെ അളവൊക്കെ കുറച്ച് വാഷ് ചെയ്യും ഈ എക്കോ വാഷിനകത്ത്. പിന്നെ സിൽക്ക് മെറ്റീരിയൽ മാത്രം അലക്കാൻ വേണ്ടിയുള്ളത്. ഈ P5 ആണ് സോക്കും കൂടെ ചെയ്ത് അലക്കും. ബാക്കി ഈ നോർമലില്ലാതൊക്കെ അലക്കി കുത്തിപ്പിടിച്ച് ഉണക്കി വരുള്ളൂ. ഇതിൻ്റെ അകത്ത് കുതിർത്തി വെച്ച് അലക്കി തരും. സോക്ക് ചെയ്ത് വാഷ് ചെയ്ത് റിൻസ് ചെയ്ത് സ്പിൻ ചെയ്ത് തരും. അപ്പോൾ ഏകദേശം 72 മിനിറ്റിൻ്റെ പ്രോഗ്രാമാണ് അത് വരുന്നത്. P5 വരുമ്പോഴത്തേനും 75 മിനിറ്റിൻ്റെ പ്രോഗ്രാമാണ് വരുന്നത്. 73 മിനിറ്റിൻ്റെ. പിന്നെ വരുന്നത് P6 വരുമ്പോഴത്തേനും സാനിറ്റൈസർ. അതിൻ്റെ അകത്ത് ഹീറ്റർ ഇൻബിൽറ്റ് ഓണായിരിക്കും. ഇൻബിൽറ്റ് ഹീറ്റർ ഓണായിരിക്കും ഈ മോഡിൻ്റെ അകത്ത്. നമുക്ക് ചൂടുവെള്ളത്തിൽ അലക്കിയെടുക്കാൻ പറ്റും. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയി വന്നതിന് ശേഷമുള്ള തുണികളൊക്കെ അലക്കിയെടുക്കാൻ വേണ്ടിയുള്ള മോഡാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് 3 മണിക്കൂറിൻ്റെ പ്രോഗ്രാമാണ്. പക്ഷേ ചൂടുവെള്ളത്തിൽ പുഴുങ്ങി അലക്കി വരും. പിന്നെ ഈ പറഞ്ഞ പോലെ ബേബി കെയർ, കുഞ്ഞു പിള്ളേർ തുണികൾ അലക്കിയെടുക്കാൻ വേണ്ടിയുള്ളത്. ഇതിൻ്റെ സിന്തറ്റിക് മെറ്റീരിയൽ മാത്രം അലക്കിയെടുക്കാൻ വേണ്ടിയുള്ളത്. ഇതാണെങ്കിൽ കുത്തിപ്പിഴിഞ്ഞ് ഉണക്കി മാത്രം എടുക്കും. റിൻസ് ചെയ്ത് സ്പിൻ, വാഷ് ചെയ്യാതെ റിൻസ് ചെയ്ത് സ്പിൻ ചെയ്തെടുക്കും. കുത്തിപ്പിഴിഞ്ഞ് ഉണക്കിയെടുത്താൽ മതി എന്നുണ്ടെങ്കിൽ ഈ P9 ഇട്ടാൽ മതി. പിന്നെ എയർ ഡ്രൈ, ഇതും സ്പിന്ന് പോലെ തന്നെ 60 മിനിറ്റിൻ്റെ സ്പിന്നാണ്. നന്നായിട്ട് ഉണക്കിയെടുക്കാൻ വേണ്ടിയാണെങ്കിൽ എയർ ഡ്രൈ ഇട്ട് കൊടുക്കുക. നമ്മൾ നനഞ്ഞിറങ്ങുന്ന തുണി എന്തെങ്കിലും ഉണക്കിയെടുക്കാനാണെങ്കിൽ ഈ എയർ ഡ്രൈ ഇട്ട് കൊടുക്കുക. ജസ്റ്റ് ഏത് പ്രോഗ്രാമാണോ വേണ്ടത് സെലക്ട് ചെയ്തിട്ട് ഈ ബട്ടനെ പ്രസ് ചെയ്താൽ ആ പ്രോഗ്രാം റണ്ണാവും. പിന്നെ ഇത് ഹീറ്റർ എനേബിൾഡ് ആയിട്ടുള്ള പ്രോഗ്രാമുകളിൽ ടെമ്പറേച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയാണ് ഈ സ്വിച്ച്. ഇപ്പോൾ 54 മിനിറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ അകത്ത് വാട്ടർ ലെവലൊക്കെ നമുക്ക് തിരുത്തി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സേ പ്രസ് ചെയ്യുക. ആദ്യം ഇതല്ലേ ബ്ലിങ്ക് ചെയ്യുന്നത്, അപ്പോൾ വാട്ടർ ലെവലിനെ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ വാട്ടർ ലെവൽ 6, വാട്ടർ ലെവൽ 1 മുതൽ 10 വരെയുള്ള നമ്പർ വെച്ചാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമുക്ക് വേണ്ട ലെവൽ വാട്ടർ ലെവൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. 10 കൊടുക്കുകയാണെങ്കിൽ ടബ് ഫുള്ള് വാട്ടർ സെലക്ട് ആവും. 1 കൊടുക്കുന്നെങ്കിൽ ഏറ്റവും ലോ ലെവലിൽ വാട്ടർ സെലക്ട് ആവും. പിന്നെ വരുന്നത് വാഷ് ടൈമാണ്. വാഷ് ടൈമിലല്ലേ ബ്ലിങ്ക് ചെയ്തേക്കുന്നത്. ഈ 54 മിനിറ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ അകത്ത് 17 മിനിറ്റ് അലക്കായിരിക്കും. അതായി കാണിച്ചിരിക്കുന്നത്. വാഷ് ടൈം 14 എന്ന് പറഞ്ഞ് കാണിച്ച്. പിന്നെ വരുന്നത് റിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈക്കിളായിട്ട് കാണിക്കുന്നത്. ഒരു സാധാരണ ഒരു വാഷ് സൈക്കിളിൻ്റെ അകത്ത് 2 തവണ റിൻസ് ചെയ്യുന്നത്, 2 തവണ കുത്തിപ്പിഴിയും. അതായിട്ട് 2 റിൻസ് ടൈംസ് 2 എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ആ റിൻസ് ടൈംസിനെ വേണമെങ്കിൽ നമുക്ക് കസ്റ്റം ചെയ്ത് 3 അല്ലെങ്കിൽ ഓഫ് ചെയ്തോ ഇടാം. 0 ഇട്ട് കൊടുക്കുന്നെങ്കിൽ കുത്തിപ്പിഴിയില്ല, അലക്കി ഉണക്കി വരുള്ളൂ. 2 കൊടുക്കുന്നെങ്കിൽ സാധാ നോർമൽ 2 വർക്ക് ചെയ്യും. അതേസമയം 3 കൊടുക്കുന്നെങ്കിൽ എക്സ്ട്രാ 1 കൂടെ വർക്ക് ചെയ്യും. നമുക്ക് റിൻസിൻ്റെ എണ്ണം കൂട്ടിയെടുക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ ഈ സ്പിന്ന് അതായത് ഉണക്ക്, ഈ പ്രോഗ്രാമിൻ്റെ 5 മിനിറ്റ് ഉണക്കായിരിക്കും വരുന്നത്. അതായത് നമുക്ക് സ്പിന്നിൻ്റെ സമയം ഇതുപോലെ ഈ ബട്ടനെ പ്രസ് ചെയ്താൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഓൾറെഡി ഇവിടെ 8 പ്രോഗ്രാം, ഇവിടെ 10 പ്രോഗ്രാമുണ്ട്. 18 പ്രോഗ്രാമുണ്ട്.
ഈ പ്രോഗ്രാമിൻ്റെ സമയം കൂട്ടാനും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്വിച്ചസ് ഈ രണ്ടെണ്ണം കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഇൻഡിക്കേറ്ററാണ് ഇവിടെ കൊടുത്തേക്കുന്നത്, സെലക്ട് ചെയ്യാൻ വേണ്ടിയുള്ളത്. ഇത് നമുക്ക് അത്യാവശ്യമില്ല, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഒരു പ്രോഗ്രാം നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ എല്ലാം ജസ്റ്റ് ഓണാക്കുക, ഏത് പ്രോഗ്രാമാണ് വേണ്ടത് സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് കൊടുക്കുക, ഏറ്റവും എളുപ്പം. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ തുണി ലോഡ് ചെയ്യുമ്പോഴത്തേനും ഈ റൗണ്ടിന് താഴെ നിൽക്കുന്ന പോലെ വെക്കാവുള്ളേ. ഈ റൗണ്ടിന് താഴെ നിൽക്കുന്ന പോലെ തുണി ലോഡ് ചെയ്യാവുള്ളൂ. പിന്നെ ഇവിടെ ഒരു ലിൻറ്റ് ഫിൽറ്റർ ഉണ്ട് കണ്ടോ, ഈ ലിൻറ്റ് ഫിൽറ്റർ എടുത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഇതിൽ പ്രസ് ചെയ്ത് പിടിച്ച് പുറകോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓപ്പണായി വരും. ഇതൊരു നെറ്റാണ്, ഇതിൻ്റെ അകത്ത് തുണിയുടെ നാരെല്ലാം കിടക്കും, അത് ക്ലീൻ ചെയ്ത് കൊടുക്കണം. തിരിച്ച് അതുപോലെ തന്നെ പ്രസ് ചെയ്ത് വെച്ചാൽ. പിന്നെ ഡിറ്റർജൻറ്റ് ഇട്ട് കൊടുക്കാനാണ് ഇവിടെ. ഇപ്പോൾ പൗഡർ ഡിറ്റർജൻ്റ് ആണ് ഇവിടെ ഇട്ട് കൊടുക്കുക, ലിക്വിഡാണ് ഡയറക്റ്റ് തുണിയുടെ മുകളിൽ വെച്ച് കൊടുത്താൽ മതി.